ഇനി ഒരു യുവജനങ്ങളിൽ ആരെങ്കിലും ആകേണ്ടത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇതുവരെ ഒരു ഭരണപരിചയമില്ലാത്ത ആദ്യമായിട്ട് MLA ആയ ഒരു യുവനിരയിൽ നിന്നുള്ള ഒരാളാണ് അവിടെ മുഖ്യമന്ത്രിയായത്. അവിടെ മന്ത്രിമാരും വളരെ പ്രായം കുറഞ്ഞവർ അവിടെ ആയിട്ടുണ്ട്. അപ്പോൾ യുവാക്കൾക്കും തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാകാം. LDFൻ്റെ ഭരണത്തിൽ തിരുവനന്തപുരം മേയർ ഒരു വളരെ പ്രായം കുറഞ്ഞ ഒരാളെ LDF അവിടെ മേയറാക്കി. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വലിയ പ്രായമുള്ള ആളാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതിനു മുമ്പ് MLA ആരാകണം നിർബന്ധമില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് നമ്മളെക്കാളും വലിയ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് MLA ആൾ തന്നെ മുഖ്യമന്ത്രിയായി. അപ്പം അങ്ങനെ ആകണമെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഈ UDFൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. മന്ത്രിമാരെ തന്നെ തോൽപ്പിച്ച എബിൻ വർക്കിയുണ്ട്, ആരോഗ്യമന്ത്രിയെ തോൽപ്പിച്ച എബിൻ വർക്കിയുണ്ട്. അതുപോലെ നമ്മുടെ പത്തനാപുരത്ത് ഗതാഗത മന്ത്രിയെ തോൽപ്പിച്ച ചാമക്കാല ഉണ്ട്. അങ്ങനെ ബാക്കി മന്ത്രിമാരെ തോൽപ്പിച്ചവരല്ലാതെയായിട്ട് ഇഷ്ടം പോലെ യുവജനങ്ങൾ നമ്മുടെ UDFൽ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ആർക്ക് വേണേലും മുഖ്യമന്ത്രിയാകാം. എന്തുകൊണ്ടാണ് ഇത്ര താമസം? അപ്പോൾ അത് താമസം കൊണ്ട് കുഴപ്പമുണ്ട്. കാരണം ഈ ഫയലുകൾ തീരുമാനമെടുക്കുന്നില്ല, നയങ്ങൾ മാറുന്നില്ല, ഭരണം നടക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോഴും തുടരുന്നു, അഡ്വക്കേറ്റ് ജനറൽ തുടരുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ തുടരുന്നു. നീതിയും ന്യായവും സത്യവും ഒക്കെ ഇപ്പോഴും അങ്ങനെ പിണറായി വിജയൻ്റെ ആ ഒരു നയങ്ങളുടെ കീഴിൽ കിടക്കുകയാണ്. പുതിയ ആളുകൾ വന്നിട്ടില്ല.